സഭയിൽ കടന്നു വരുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് അവസരം തന്നു. ഈ സമയത്തും എനിക്ക് ലഭിച്ചതായ അതിമനോഹരമായ നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. Few weeks ago, I came over here and shared from the Word of God. Again, God honored me and blessed me to come back and share from the Word of God. നമ്മൾ ചുരുക്കം ചിലരാണെങ്കിലും ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. Even though few in numbers, our great God's presence in the midst of us. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. If you receive the grace of God, can you lift your hands and praise God? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ ആരാധനയുടെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. In the midst of this service, God's presence is in the midst. ഒറ്റയ്ക്ക് യോഹന്നാൻ ആരാധിച്ചപ്പോൾ അവിടെ ദൈവം ഇറങ്ങിച്ചെന്നെങ്കിൽ John the apostle, he was worshiping God by himself. God's presence came down there. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായ ആരാധനയായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. Hallelujah. Presence of God is going to come in the midst of us. That's what our prayer is. എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് Every other thinking process put in aside and let's come to the presence of God. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. Let's prayerfully sit in the presence of God. ദൈവത്തെ നമുക്ക് സ്പർശിക്കാം. Let's touch the Lord Almighty. ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ കയറി ഇറങ്ങി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. Let the voice come into our eardrums. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ. And let God's Holy Spirit touch everyone's heart. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ ജീവിതത്തിൽ മേൽ ഇറങ്ങി വന്ന് ഒരു പുതിയ അനുഭവത്തോട് ഒരു പുതിയ ശക്തിയോടെ കടന്നു പോകുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ. Let the Holy Spirit come down and let's receive a newness, a new power, a new anointing each and every one of us. Till 1 o'clock. Praise the Lord. നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം. Let's receive today from the Lord. നമ്മൾ വെറുതെ അല്ല കടന്നു വന്നിരിക്കുന്നത്. We came here not for nothing. പർപ്പസ് ഉണ്ട്. There is a purpose. കർത്താവിന്റെ മുഖം കാണണം. Amen. കർത്താവിന്റെ കൃപ അനുഭവിക്കണം. ആ കൃപയിൽ നമുക്ക് മുന്നോട്ട് കടന്നു പോകണം. We wanted to receive the grace from God. We wanted to receive the anointing from the Lord. That's the only way we can live back. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 68:13 നമുക്ക് വായിക്കാം. Let's read Psalm 68 verse 13. Psalms 68 verse 13. Amen. Though you men lie among the sheepfolds, the wings of the dove covered with the silver, its pinions with the shimmering gold. Praise the Lord. Amen. പ്രാവ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. The dove represents Holy Spirit. യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. When Jesus Christ was taking the water baptism, you can see the dove came down as Holy Spirit. ഷിൻഡോ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് വന്ന ഒരു ജപ്പാൻകാരൻ, A Japanese guy came from a religious background. ഒരു മിഷണറിയോട് ഇപ്രകാരം ചോദിച്ചു. He was asking a question to a missionary. അല്ലയോ മിഷണറി, Hey missionary, ബഹുമാനപ്പെട്ട പിതാവിനെ എനിക്ക് മനസ്സിലാകും. and I can understand your father. ബഹുമാനപ്പെട്ട പുത്രനെ എനിക്ക് മനസ്സിലാകും. I can understand the son. എന്നാൽ ബഹുമാനപ്പെട്ട പക്ഷിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണമേ. I cannot understand this bird. Can you explain to me? ക്രിസ്തു ബഹുമാനപ്പെട്ട അർക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്നത് പോലെ Jesus Christ is dignified and respected and slaughtered as a lamb. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് പ്രാവ്. And dove is representing Holy Spirit.
ദൈവത്തിന്റെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ മൂന്നാമനായി അല്ലെങ്കിൽ അതേ ദൈവത്തിൻ്റെതായ അതേ സാന്നിധ്യമുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. And you can see that Father, Son and the Holy Spirit like a triune God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥാനമുള്ളതുപോലെ തന്നെയാണ് ദൈവസഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. Father, Son and the Holy Spirit, it is very qualified and magnified in the presence of God, presence of the midst of us. Just like that, we are dignified to the Holy Spirit. പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. And dove is representing Holy Spirit. അടുത്തത് ദൈവസഭ പ്രാവിന് എന്ന രീതിയിൽ ദൈവത്തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. And we can figure it out like dove is representing like bride of Christ. ഒരു ബൈബിളിൽ ഒരിടത്ത് മാത്രമേ പ്രാവിനെ കുറിച്ച് പൊട്ടപ്രാവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. In the whole Bible, you can see one place only the dove represents what? ദൈവസഭ കർത്താവിന്റെ സഭയാകിയാൽ നമ്മിൽ നിന്ന് ദൈവം ചിലത് ആഗ്രഹിക്കുന്നു. And God's church is bride of Christ, so God is expecting something from the church. ഉത്തമഗീതം 2-ാം വാക്യം. And Song of Solomon chapter 2 verse 14. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, Amen. ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. If you have English Bible, can you please read for me? Song of Songs chapter 2 verse 14. 2:14. Yeah. 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 ദൈവസഭ എവിടെയാണ്? Where is God's church? ക്രിസ്തു അഥവാ പിളർന്നതായ രണ്ടായി പിളർന്നതായി ക്രിസ്തു എന്ന പാറയിലാണ് ദൈവസഭയായിരിക്കുന്നത്. Is it the church belongs to Jesus Christ? പിളർന്നതായ പാറയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മുഖം കാണുവാൻ ആഗ്രഹിക്കുകയാണ്. If you are belongs to Jesus Christ, Jesus wanted to see your face. ഈ പിളർന്ന പാറയിലായിരിക്കുമ്പോൾ പ്രാവിന്റെ വിശുദ്ധിയെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. God wanted to see the holiness in you. നമ്മുടെ സ്വരം ഒന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. God wanted to hear your voice. ഫൈനലി ദൈവം പറയുകയാണ് ദൈവസഭയെ നോക്കിയിട്ട്. പ്രൈസ് ദി ലോർഡ്. God is finally looking at the church and saying like this. നിന്റെ സ്വരം ഇമ്പമുള്ളതാണ്. And your voice is so sweet. നിന്റെ മുഖം സൗന്ദര്യമുള്ളതാണ്. And your face is so beautiful. അതിന്റെ കാരണം പിളർന്നതായിരിക്കുന്ന യേശുമശിഹയിൽ നാം ആയിരിക്കുന്നു. You know the reason? Because God Almighty is slaughtered, and that is why. ദൈവം നമ്മെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യുന്നത് നിന്റെ സ്വരം നല്ലതാണ്, നിന്റെ മുഖം നല്ലതാണ്, you are perfectly okay. Praise the Lord. Here God Almighty is testifying about the church. Your voice is so nice and your face is so beautiful and you are perfect. പിശാച് നമുക്കെതിരെ ദോഷങ്ങൾ ആരോപിക്കുമ്പോൾ, And always Satan is trying to accuse each and every one. കുറ്റം വിധിക്കുമ്പോൾ, And he always wanted to accuse every single one. നമ്മുടെ കുറവുകളെ അത് പിശാച് എടുത്തു പറയുമ്പോൾ, And the Satan is bringing up certain, your shortcomings. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ കുറിച്ച് ദൈവത്തിനൊരു സാക്ഷ്യമുണ്ട്. And we are totally depending on the Lord, and we have the testimony. അവന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. He is the one is sanctifying us. നാം അധർമ്മികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ,
when we were in the world and God redeemed us, ഇന്ന് നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. today we have the salvation and we have the baptism and we are standing for the word of God. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്നതായ കുറ്റങ്ങൾ, കുറവുകൾ കണ്ടുകൊണ്ട് പിശാച് നമ്മെ കുറ്റം വിധിക്കുമ്പോൾ, and the enemy always trying to accuse you and put you away, മഹാപുരോഹിതനാകുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് നമ്മുടെ പാപങ്ങളെ കൺഫസ് ചെയ്യുമ്പോൾ തന്നെ ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ മുഖം, നിന്റെ സ്വരം നല്ലതാണ്, നിന്റെ ആ മുഖം നല്ലതാണ്, അഥവാ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് കർത്താവ് പറയുകയാണ്. because of God's anointing we are confessing and we are coming together and God is testifying about each and every one. Your hallelujah face is so beautiful, your voice is so sweet. ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം നുറുക്കപ്പെട്ടതാണ്. When we are coming at the presence of God, our heart is so, it come closer to the Lord. തകർന്നും നുറുകിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. I mean, our heart always wanted to hear and get that voice from the Lord. നമ്മുടേതായ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല, and not because of our sanctified or righteousness. ഭാഗ്യവശാൽ ഈ പിളർന്നതായ പാറയിൽ ഇരിക്കുവാൻ സർവശക്തി നമുക്ക് കൃപ തന്നു. Hallelujah. By the grace of God, hallelujah, we belongs to Jesus Christ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം Let's ചെയ്യാം. lift our hands and praise God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, you are perfectly all right. Hallelujah. God's Holy Spirit is telling today, Amen. you are perfectly all right. കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. Every single one is sitting at the presence of God. The Holy Spirit is saying that your voice is so sweet and your face is so beautiful. ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആര് എന്ന് ചോദിക്കുമ്പോൾ, the entire world, who is so hallelujah perfect in this world, നാം ഓരോരുത്തരുമാണ്. Praise the Lord. and hallelujah, we can say that each and every one of us, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നാം ഓരോരുത്തരുമാണ് ഏറ്റവും സൗന്ദര്യമുള്ളവർ. by the pure blood of Jesus Christ we got washed up. That is why we got hallelujah sanctified and beautiful. ഇത് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യമാണ്. This is the testimony of Jesus Christ. ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. He is testifying each and every one of us. Praise the Lord. യോബിനെ കുറിച്ച് പിശാച് എത്ര കുറ്റം പറഞ്ഞാലും ഇറങ്ങി വന്ന് യോബ് പെർഫെക്റ്റ് വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. How many things are Satan is standing against and saying about Job? Hallelujah. God Almighty is coming down and saying that he is a perfectly gentleman. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ചത് 68-13 വാക്യമാണ്. And we read Psalm 68 verse 13. ഒന്നുകൂടി വായിച്ചാട്ടെ പ്ലീസ്. Let's read one more time. Praise God. ആമേൻ. ആമേൻ. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മുടേതായ സ്ഥലം, നമ്മൾ കിടക്കുന്ന സ്ഥലം തൊഴുത്തുകളുടെ ഇടയിലാണ്. I mean, when we are studying the Word of God, where we are laying in the midst of carols. നമ്മുടെ കർത്താവ് ഇടയനാണ്. And our Lord Almighty Jesus Christ is a shepherd. അവൻ അകത്തു കൊണ്ടുവരുന്നു, പുറത്തു കൊണ്ടുപോകുന്നു. And he is bringing inside and he is taking outside. അവന്റെ ശബ്ദം നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. And we know the voice of our shepherd. ഭാഗ്യവശാൽ ഈ തൊഴുത്തുകളുടെ ഇടയിൽ കിടപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നു. Hallelujah. Because of his grace and mercy we are hallelujah at his feet. നമുക്കൊരു തൊഴുത്തുണ്ട്. We have a cattle house. നമുക്കൊരു ഇടയനുണ്ട്. We have a shepherd. നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. We have a God. He is leading us. നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. And he is protecting each and every one of ഇവിടെ us. നമ്മൾ കാണുമ്പോൾ ചിറകുകൾ കൊണ്ട് അതിൽ സംരക്ഷണം തരുന്ന ദൈവത്തെയാണ്, പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. And we can see that the cherubim, otherwise the Holy Spirit is giving the protection. തൊഴുത്തുകൾ കിടക്കുമ്പോഴാണ് ഈ സംരക്ഷണം ഉണ്ടാകുന്നത്.
while we are laying down at the Carol house, hallelujah, we are receiving the protection. Praise the Lord. ദൈവസഭയിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. And let's come to the house of the Lord. അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേൾക്കണം. And let's hear and study the apostles. ദൈവസഭ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്മേൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നത്രേ. Amen. The church of God, each and every Christians, you cannot ignore the house of the Lord. ഹല്ലേലൂയ. ഇത് കൂട്ടായ്മയാണ്. And every fellowship is heavenly fellowship. ഇത് പിതാവുമായുള്ള കൂട്ടായ്മയാണ്. It is a relationship with the Father. പുത്രനുമായുള്ള കൂട്ടായ്മയാണ്. It's a relationship with the Son. പരിശുദ്ധാത്മാവുമായുള്ള It is a കൂട്ടായ്മയാണ്. relationship with the Holy Spirit. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. It is a saints all together. ഈ ഫെലോഷിപ്പിനെ അവഗണിക്കരുത്. And you cannot ignore the fellowship of ഈ saints. ലോകത്തിൽ വെച്ച് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക, സേവിക്കുക എന്നുള്ളത്. The biggest blessing in this world is coming together and praising and worshiping the Lord. തൊഴുത്തിൽ കൊണ്ട് കിടത്തി, praise the Lord. And anyone is getting laid down at the house of Carol. സങ്കീർത്തനത്തിൽ 23 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ പച്ചപ്പുൽ പുറമേളങ്ങളിൽ കർത്താവ് നടത്തുകയാണ്. And in Psalms we can read that God Almighty is leading each and every one of us in the green pastures. പിന്നെ അവിടെ കിടത്തുകയാണ്. സ്തോത്രം. And God is giving us laying down at the green pastures. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ, And if you are enjoying the presence of God, ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ, if you are coming closer to the Lord, അവൻ നമ്മുടെ സങ്കേതവും വിശ്രമവുമാണ്. Praise the and Lord. every time when you come to the Lord, it is the peace which passes all understanding. കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രമേ വിശ്രാമമുള്ളൂ. Praise the Lord. And when you come closer to the Lord, you will be getting rest. ദൈവം തരുന്ന വിശ്രാമത്തിനായി ദൈവത്തിന് സ്തോത്രം And ചെയ്യുന്നു. every time when you come to the Lord, you have that rest. വളരെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കർത്താവ് കൃപ And തരുന്നു. you can sleep well at the presence of God. ഞാൻ കിടന്നുറങ്ങി അവൻ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. When I sleep, hallelujah, because of his hand, he is giving me to wake up. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ കിടന്നുറങ്ങി സമാധാനത്തോടെ കിടന്നുറങ്ങും. And Psalms is saying that, hallelujah, I sleep well with peace. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ സമാധാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. Hallelujah, God Almighty is giving each and every one the peace from heaven. ഒത്തിരി പ്രതികൂലമുള്ള ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. The world is with full of chaos. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. And Jesus is saying that I am the one who is giving the peace for you. കർത്താവിന്റെ സമാധാനത്തിൽ വസിപ്പാൻ വിശ്രമിപ്പാൻ കർത്താവ് കൃപ നൽകിയിരിക്കുകയാണ്. Amen. Hallelujah. We are living according to his peace, and we are, hallelujah, we are at the presence of him. ഒരു വലിയ ചിറകാണ്, പരിശുദ്ധാത്മാവിന്റെ വലിയ ചിറകാണ്. And we can see the Holy Spirit like a wings. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. And the Holy Spirit was moving over the waters. ഒരു മുട്ടയുടെ മേൽ ഹല്ലേലൂയ പ്രാവിരുന്ന് പൊരുതുന്ന പോലെ A dove is sitting on the top of the egg and hatching. ചില ദിവസങ്ങളിൽ മുട്ടയുടെ മേൽ ഇരുന്ന് And several days are sitting on the top of the egg. അതിന് ചൂട് നൽകി And giving enough heat. അതിന് ജീവൻ നൽകി. And is giving life. പുറത്തു കൊണ്ടുവരുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. And the Holy Spirit, just like that, Holy Spirit is bringing each and everyone is into the life. യുഗപ്പിറവിയുടെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. Amen. When what we call യുഗപ്പിറവിയുടെ ലോകത്തിന്റെ ആരംഭത്തിൽ, even the beginning of the world, the Holy Spirit was there. അവന്റെ ശക്തിയുള്ള ചിറക് വിടർത്തി പ്രാവിനെ പോലെ ആഴത്തിന്റെ മുഖത്ത് പൊരുന്നിരുന്നിരുന്നു. And it says he spread his strong wing on the top of the waters. The Holy Spirit was moving all the darkness away. ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരു വലിയ ചിറക് ഇന്ന് ഈ പകൽക്കാലം ദൈവസഭയിൽ അത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിറക് വിടർത്തിയിരിക്കുകയാണ്.
I'm declaring today a great wing is coming over the church and it is spreading over you. ചിറക് വിടർത്താത്ത ഒരു വസ്തുവുമില്ല. Hallelujah. No, nothing, hallelujah, can, away from that wing. അല്ല, ചിറക് വിടർത്തിയിരിക്കുകയാണ്, അതിനുള്ളിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. And it's spreaded already, and we are already under that strong wing. ഈ പ്രാവിന്റെ തൂവൽ സ്പർശം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. And every feather of that wing is touching in you, and you are, hallelujah, touching that feather. ഈ പരിശുദ്ധാത്മാവിന്റെ ചിറക് വിടർത്തിയിരിക്കുമ്പോൾ, and when Holy Spirit is spreading over that wing, ശത്രുവിനെ കാണാതിരിപ്പാൻ, hallelujah, enemy cannot see you, ഇതൊരു സംരക്ഷണമാണ്. and you have that great protection, അല്ല, ഇത് ചൂട് നൽകുകയാണ്, and it is giving you heat. ഇന്ന് ഈ പകൽക്കാലം ഈ ചിറകിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ രോഗസൗഖ്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചിട്ട് രോഗസൗഖ്യമുള്ളവരായി മാറുവാൻ. If you are under his wing, and definitely you are going to have, hallelujah, healing in your body. വചനം സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചിറടിയിൽ ആയിരിക്കുന്ന സഹോദര നിന്റെ രോഗത്തിന് കർത്താവ് സൗഖ്യം നൽകുകയാണ്. Hallelujah. As I am speaking the word of God, you are under his mighty wing, and you are getting that healing right now. Praise the Lord. Amen. സംരക്ഷണം, രോഗസൗഖ്യം. Hallelujah. God's presence and God's healing. ശത്രുവിൽ നിന്നുള്ളതായി വിടുതൽ. Hallelujah. God is chasing away the enemy. ഹല്ലേലൂയ. ഇതിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Let's lift our hands and praise God. ഏത് വിഷയമായിക്കൊള്ളട്ടെ, any subject you have, ഏതെങ്കിലും ഭാരത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നിരിക്കട്ടെ, if you are with so much heavy heart, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുവാൻ സാധിക്കുമോ? Holy Spirit is there. പരിശുദ്ധാത്മാവിന്റെ സന്നിധാനത്തിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിച്ച് കടന്നു പോകുവാൻ ഈ പകൽക്കാലം സാധിക്കും. If you are experiencing the presence of the Holy Spirit, you will definitely going to get delivered. നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ സാധിക്കും. Amen. Hallelujah. Holy Spirit can do many things for you. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. And he is the comforter. നമ്മോടൊപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യസ്ഥൻ. And he is always standing for us. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കണ്ട് അത് മാറ്റിത്തരുവാൻ നമ്മോടൊപ്പം നിൽക്കുന്ന കാര്യസ്ഥൻ. Every problem in the house, Holy Spirit is going to deal with it. Praise the Lord. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ, and if you are laying down at the cattle house, അതിൽ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും, Amen, the wings of that dove it's like silver. ഹല്ലേലൂയ. പ്രാവിന്റെ ചിറക് നമ്മൾ കാണുമ്പോൾ വെള്ളി കൊണ്ടുള്ള ഒരു ചിറകാണ്. I mean, when you are looking at the dove's wing is just like silver. എന്താണ് ഈ വെള്ളി? Praise the Lord. What is silver means? ഇത് വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. is a shadow of the deliverance or redemption. Praise the Lord. ഈ വീണ്ടെടുപ്പ് റിഡംഷൻ ആണ്. I mean, it called redemption. ഈ വെള്ളി റിഡംഷൻ ആണ്, അത് നമ്മളിലാണ്. Praise the Lord. This silver means redemption that is in us. നിങ്ങൾ ദൈവസന്നിധാനത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചിറക് വെള്ളിയായി മാറുകയാണ്, വീണ്ടെടുപ്പായി മാറുകയാണ്. When you are submitting yourself completely at the presence of God and the Holy Spirit, that's like the wings of the Holy Spirit like a silver and is changing into. വെള്ളി ചിറകുകളുള്ള ഒരു ദൈവം, പൊൻതൂവലുകളുള്ള ഒരു ദൈവം നിനക്കുണ്ട്. Amen. The feather like a silver, the feather like a gold, that is here. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നുവെങ്കിൽ, and the silver is shadowing as a redemption, പൊന്ന് തേജസ്സിനെ കാണിക്കുകയാണ്. and the gold is shadowing, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, and you are redeemed, വീണ്ടെടുപ്പ് അനുഭവിക്കുന്നവരാണ്, and you are enjoying the presence. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് പൊന്ന് തേജസ്സാണ്. Praise the Lord. And you can see that gold is glory.
മഹത്വത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഈ പൊന്നിന് സാധിക്കും. The manifestation of gloriness is coming to you. ഇത് ചെറിയ രീതിയിലുള്ള ഒരു പൊന്നല്ല, പൈൻപൊന്നാണ്. It is not just like a regular gold, it is extraordinary gold. അതിന്റെ തൂവലുകൾ പൈൻപൊന്നു കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. And you can read here that feathers are covered like a extra purified gold. എന്താ ഈ പൈൻപൊന്ന്? What is that means? Praise the Lord. പൈൻപൊന്ന് എന്താണ്? What is that means? ശുദ്ധമായ സ്വർണ്ണമാണ്. Extremely purified gold. നിർമ്മലമായ സ്വർണ്ണമാണ്. It is a very pure and clear gold. കർത്താവിന്റെ ദാസൻ എക്സോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ കറ, കളങ്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തതായ. Amen. Hallelujah. Without any blemish, any sickness, any problem, any sinfulness should be clear. ഇതൊരു പൊൻകസവാണ്. Praise the Lord. It's just like a silk, gold silk. ഹല്ലേലൂയ. പൊൻകസവ്. Praise the Lord. I mean, just like a gold silk. അറബി പൊന്നിനേക്കാൾ വിലയേറിയ സ്വർണ്ണമാണ് നമ്മുടെ വസ്ത്രം. It's more than like Arabic gold. It's pure and clear. Praise the Lord. നമ്മൾ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. And when we are wearing the cloth of that, we need to aware about the gloriness. ഈ ലോകത്തിലെ ഒരു പൊന്നിനും അതിന്റെ അത്രയും വില വരികയില്ല എന്നുള്ള ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണമേ. You know, nothing from this world can compare that gloriness of that gold which you are wearing. നിങ്ങൾ തൊഴുത്തുകളുടെ കിടക്കുമ്പോൾ When you are laying down like a cattle house, പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും and the doors of a feather is like a silver, അതിന്റെ തൂവലുകൾ പൈമ്പൊന്നു കൊണ്ടും പൊതിഞ്ഞിരിക്കുകയാണ്. and it is covered with the pure gold. ഈ ലോകത്തിലെ മഹത്വം ആരാണ്? And what is that glory in this world? ദൈവസഭയാണ്. ദൈവസഭയാണ്. Hallelujah, the church of God. കർത്താവിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുകയാണ്. And you and I representing Jesus Christ. നിങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. And God's glory is manifesting on us. ഓ, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെതായ പ്രവൃത്തികളും ദൈവസഭയിൽ നടക്കുമ്പോൾ ലോകം ദൈവത്തിന്റെ മഹത്വത്തെ കാണുകയാണ്. The signs and wonders are happening in the midst of church. നിങ്ങളുടെ മഹത്വത്തെ ആർക്കും എടുത്തു മാറ്റുവാൻ സാധിക്കില്ല. Hallelujah. No one can snatch away from the glory of God from you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മഹത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. Holy Spirit is bringing each and every one to the manifestation of the glory. നമ്മളെല്ലാവരും മഹത്വത്തിൽ പ്രവേശിക്കും. And we are all entering into God's presence. വിണ്മയമായ ഈ ലോകത്തെ നമ്മൾ ഉപേക്ഷിക്കും. And we are departing from this world. ആ നിത്യമായ ലോകത്തിലേക്ക് നമ്മൾ We are പ്രവേശിക്കും. entering into the eternity. നമ്മൾ നമ്മുടെ കർത്താവിനെ പോലെയാകും. Hallelujah. We are going to become just like Jesus Christ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. I can say an example. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു പാസ്റ്റർ ഒരു ഭവനത്തിലേക്ക് കയറി ചെന്നു. One day, a pastor was walking into a house. അദ്ദേഹം ആ ഡോറിന്റെ അടുക്കൽ നിൽക്കുകയാണ്. He was at the doorstep. ഹല്ലേലൂയ. ജനലിൽ കൂടി പെൺകുട്ടി നോക്കി. And one girl was looking at him through the window. പെട്ടെന്ന് അവൾ വിളിച്ചു പറഞ്ഞു, മമ്മി, some angel has come. And she was yelling to the mom. The mom, angel is at the door. അന്നേരം ആ പാസ്റ്റർ സരളമായ നിലയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു. And the pastor was answering, I am not an angel, but from the same department. I'm not an angel, but I'm same from the department. ഹല്ലേലൂയ. നമ്മൾ ഏഞ്ചൽ അല്ല, പക്ഷെ സെയിം ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളവരാണ്. And we are not angels, but we are the same department. സ്വർഗ്ഗത്തിലുള്ള അതേ മഹത്വം ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. And you know, the heavenly glory is already on the church. നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം മഹത്വത്തിന്റെ വസ്ത്രമാണ്. And what we are wearing is the gloriness of God. ഹല്ലേലൂയ. ഉത്സവ വസ്ത്രം ധരിപ്പാൻ കർത്താവ് കൃപ തന്നിരിക്കുകയാണ്. And we are, hallelujah, wearing that pure clothes. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വസ്ത്രം തൊട്ട് രോഗികൾ സൗഖ്യമായെങ്കിൽ, And if you are touching at the cloth of Jesus and getting healed, യേശുവിനെ കണ്ട് രോഗികൾ സൗഖ്യമായെങ്കിൽ, and if anyone is seeing Jesus and getting healed, യേശുവിനെ അനുഗമിക്കുന്ന നമ്മളെ, I mean,
when we are experiencing that Jesus, യേശുവിന്റെ മക്കളാകുന്ന നമ്മെ ഓരോരുത്തരെയും we become the children of Jesus. ലോകം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. And the entire world is watching. മഹത്വമായിട്ട് മഹത്വമായിട്ട് Hallelujah. The gloriness is coming. നമ്മളുള്ളതായ മഹത്വം വെളിപ്പെട്ട് വരട്ടെ. And let that glory shine upon അത് the നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. And let that hallelujah glory come into your prayer. നിങ്ങളുടെ ആരാധനയിൽ വെളിപ്പെട്ട് വരട്ടെ. Let that hallelujah glory come into your worship. നിങ്ങളുടെ വിശ്വാസത്തിൽ ആ മഹത്വം വെളിപ്പെട്ട് വരട്ടെ. And let that glory manifest on your faith. ക്രിസ്തു നമ്മൾ വസിക്കുന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ മഹത്വം. It's a great blessing that Jesus Christ is dwelling among us. അതാണ് നിങ്ങളെയും എന്നെയും നാം ആരാണ് എന്നുള്ളതാക്കി തീർക്കുന്നത്. That is the only reason, hallelujah, we are dignified who we are. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം നമ്മളിലുണ്ട്. Let's give the glory to the Lord. ആ മഹത്വത്തിന് ഒരു ഹല്ലേലൂയ ബാക്കും വരുന്നില്ല. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സഭയെ മഹത്വത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Amen. God always want the church of God always supposed to be in the glory of God. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. And let's give all the honor and glory to the ആ Lord. മഹത്വത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് And let's understand that gloriness. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, And we are living in Jesus. മരിക്കുന്നുവെങ്കിൽ ലാഭം എന്ന് And എണ്ണിക്കൊണ്ട് if we are dying in Jesus, കർത്താവിന് വേണ്ടി നമുക്ക് ഓടാം. let's hallelujah continue, go forward. കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിന്റെ And സ്തോത്രം. let's continue, hallelujah, work for the Lord. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ഇരിക്കുന്നു. And God's glory is upon us. May God bless you all. Amen. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Let's pray. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ 14-ാം തീയതി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കടന്നു പോകും. God willing, I will be going back home next 14th. ഒറീസയിലും ഡാർജിലിംഗിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. Orissa, Darjeeling and Jharkhand, all those places I'm working. ഒത്തിരി പ്രതികൂലങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ കാലഘട്ടം. There are so many persecutions are going on in that area. 1-2 ആഴ്ചയ്ക്ക് മുമ്പ് 22 വിശ്വാസികളെ ക്രിസ്തീയ വിരോധികള് മർദ്ദിച്ച് അവർ ഹോസ്പിറ്റലിൽ ആക്കപ്പെട്ടു. More than almost 22 brothers and sisters got attacked by the radicals. ആക്രമണം ശക്തമായ നിലയിൽ നടക്കുകയാണ്. And there are very much persecution is happening. എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. At the same time, God's power is moving around. നമ്മളിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. And let's God's glory manifest on there. നമ്മുടെ സഭയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. And let God's manifestation come upon our ഒരു church. നിമിഷം ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. And I wanted to pray for this church. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. Let's close our eyes. കർത്താവിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നാം സംരക്ഷിതരാണ്, നാം സുരക്ഷിതരാണ്, നാം ദൈവത്തിന്റെ കൃപയിലായിരിക്കുന്നവരാണ്. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, നമുക്ക് ഒരു മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കി തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആയിത്തീരട്ടെ. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടി തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദേശത്ത് അവിടുത്തെ മഹത്വം നിന്റെ ഭക്തന്മാരിൽ അവിടുത്തെ സഭയിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord, reveal your glory to the church. Lord, we want to see thy glory, Lord. Thank you so much, Lord. കർത്താവേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ. ആ പൈപ്പൊന്ന് കർത്താവെ, കസവ് കൊണ്ടുള്ളതായ ആ ഹാലലെ പൊന്ന് കൊണ്ടുള്ളതായ കസവ് ഞങ്ങളുടെ ജീവിതമേൽ, ഞങ്ങളുടേതായ സഭയിൽ, കുടുംബങ്ങളിൽ മഹത്വമായി വെളിപ്പെട്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, പറയുവാൻ കഴിയാത്തതായ ഏതെങ്കിലും വിഷയങ്ങളായിരിക്കുന്നുവെങ്കിൽ, യേശുവേ, അവിടുത്തെ മഹത്വം വെളിപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി കർത്താവിൻ്റെ കരം അവരെ പിടിച്ച് കർത്താവിൻ്റെ പ്രവൃത്തി അനുഭവിക്കുമെന്നൊക്കെ വേണം ഇപ്പോൾ ഇടയാക്കി തീർക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് ദൈവസഭയിൽ 1000-10,000 കടന്നു വരുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അവിടുത്തെ വിലപ്പെട്ട ഭക്തനെയും കുടുംബത്തെയും അവിടുത്തെ മൃതരങ്ങളെ ഏൽപ്പിച്ചുകൾ പ്രാർത്ഥിക്കുകയാണ്. തന്നെ നൽകിയിരിക്കുന്നതായ നിശബ്ദമായിരിക്കുന്നതായ ശുശ്രൂഷകൾ നടപടിയായി ചെയ്ത് തിരുനാമത്തെ ബഹുത്വപ്പെടുത്തുവാൻ കർത്താവ് ഇന്ത്യയിലും ഈ USA-ലും വിവിധ സ്ഥലങ്ങളിലും ശക്തമായ നിലയിൽ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ, സംരക്ഷിക്കണമേ, ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ. ഇത്രത്തോളം കർത്താവ് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക ആൾ സ്തോത്രം യേശു മശിഹായുടെ നാമത്തിൽ. Amen. Praise the Lord. I extend the thank you to our Pastor Thomas Roy. He came all the way from Trivandrum. And I told you last time he visited. The reason he came to this country, he never told me to tell you. He lost his house back home because his father had a small property from the government a long time ago, gave it to his father. But because of the renovation is happening in Trivandrum, the government took the house and the property. The government is giving 10 lakhs. That's it. And when he go back, he need to find a place. He need to get a house. So please pray for him. Tirelessly, he was working in the North India 35 plus years in the tribals. And most of the churches and most of the organizations, they don't know him and his name or anything. But that is what happens to real pastors, because they are not famous. They always focus on getting souls. So please pray for him and his family and his children. And he is continue working in Orissa, and like he said, Jharkhand, all those places, Chhattisgarh. God used him to bring up more than 90 churches. Can you believe it? More than 90 churches he planted in that area. So let's pray for this pastor. Let's pray for our church. Let's pray for each and every members. I really wanted to pray for our dear Claudia. Praise the Lord. Hallelujah. എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Let's pray for Neeraj. Praise the Lord. Let's pray for Maya, Damien, Alexander, and Claudia's children in the name of Jesus. Adanadara vidara jodagadandri rabashara jaragadandra in the name of Jesus. In the name of Jesus, in the name of Jesus. Dear Heavenly Father, I pray and claim victory over Claudia, Lord Jesus. Let that, hallelujah, Holy Spirit manifest upon her, and let that Neeraj find that peace in his heart, and whatever the trouble is going on, let him be healed, and let him make a decision to come back to the church and pray with us and worship the Lord in truth and spirit. Lord, I pray for Thomas Chan. Lord Jesus,